സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഗണേശ നിമഞ്ജന യാത്രയ്ക്കിടെ ശനിയാഴ്ച മുംബൈയിൽ ഷോക്കേറ്റ് മരിച്ച ഒരു മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞു. നെയ്യാറ്റിൻകരയിലെ ബിനു സുകുമാരനാണ് ജീവൻ നഷ്ടമായത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ റൗണ്ട് ചെയ്ത ഭാഗത്ത് കണ്ടില്ലേ, അതൊരു മലയാളിയായിരുന്നു എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നു. മലയാളി അല്ലെങ്കിലും മരണം ഉണ്ടായാലും നമ്മൾ സങ്കടപ്പെടും. എന്തായാലും ഇത് ബിനു സുകുമാരനാണ്. ചിത്രം ഇപ്പോൾ സ്ക്രീനിലുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ, പറയൂ. SKN ദുഃഖകരമായ വാർത്തയാണ്. ശനിയാഴ്ച രാത്രി നടന്ന സംഭവം. ഏതാണ്ട് 11 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. സാക്കിനാക്ക, അതായത് അന്തേരിക്കടുത്തുള്ള ഇടമാണ്. അവിടെയുള്ള ഒരിടത്താണ് ഈ ഗണേശ നിമഞ്ജന യാത്ര നടന്നത്. അവിടുത്തെ ഖൈറാണി റോഡിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. സാക്കിനാക്ക സ്വദേശി തന്നെയാണ് ഈ മരിച്ച ബിനു സുകുമാരൻ. അദ്ദേഹത്തോടൊപ്പം തന്നെ 6 പേർക്ക് കൂടി ഈ ഷോക്കേറ്റിരുന്നു. ഗണേശ നിമഞ്ജന യാത്രയാണ്. ഗണേശ വിഗ്രഹം നദിയിൽ ഒഴുക്കുന്നത് അല്ലെങ്കിൽ കടലിൽ ഒഴുക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള യാത്രക്കിടെയാണ് ഈ ഗണേശ വിഗ്രഹവും ഒപ്പം ഉണ്ടായിരുന്ന അലങ്കാരങ്ങളുമൊക്കെ വൈദ്യുത ലൈനിൽ തട്ടിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇത്തവണ ഉണ്ടായത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബിനു സുകുമാരൻ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം നെയ്യാറ്റിൻകര പെരുമ്പഴത്തൂർ സ്വദേശിയാണ്. വർഷങ്ങളായി സാക്കിനാക്കയിൽ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ ഒരു ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ഈ ഗണേശോത്സവത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. അത്തരമൊരു ഗണേശ നിമഞ്ജന യാത്രക്കിടെയാണ് ദാരുണമായി ഈ സംഭവം ഉണ്ടാവുന്നത്. തന്നെയാണ് വിവരങ്ങൾ നൽകിയത്. ബിനു സുകുമാരൻ, നെയ്യാറ്റിൻകരയിലെ ബിനു സുകുമാരന് ജീവൻ നഷ്ടമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.